നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അയ്യുഹന്നാസ് ഇന്ന ദുനിയാ അറളുൻ ഹാദിർ യഅകുലു മിനൽ ബർ വൽ ഫാജിർ അലാ ഇന്നൽ ആഖിറ വഅദുൻ സാദിഖ് യഹകുമു ഫീഹാ മലികുൽ ഖാദിർ أيها الناس كونوا أبناء الآخرة ولا تكونوا أبناء الدنيا. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറി നിന്നുകൊണ്ട് എന്നെയും നിങ്ങളെ നോക്കിക്കൊണ്ടുള്ള പ്രഭാഷണമല്ലേ നടത്തുന്നത്? ചെറുപ്പക്കാരികളെ, ദുനിയാവ് രസമാണടോ, ദുനിയാവ് ആനന്ദമാണടോ. ഈ ദുനിയാവിൽ നിന്നാണ് എല്ലാ നല്ലവരും മോശക്കാരും ഭക്ഷിക്കുന്നത്. എങ്കിൽ ആഖിറമുണ്ടല്ലോ, പാരത്രിക ജീവിതമുണ്ടല്ലോ. ഈ ദുനിയാവിലെ നിങ്ങൾ കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി നൽകാനുള്ള സ്ഥലമാണ് അവിടെ ആരാണ് വിധി കൽപ്പിക്കുന്നതെന്ന് പറയട്ടെ. കരുണയുള്ള കഴിവുള്ള തമ്പുരാനാണ്, അതിപരാശക്തിയായ അല്ലാഹുവാ നാളെ ആഖിറത്തിൽ നമുക്കെതിരെ വിധി കൽപ്പിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാകണേ. ദുനിയാവിന്റെ മക്കളാകരുതേ. ദുനിയാവിന്റെ രസത്തിന്റെ പിന്നാലെ പോകല്ലേ, ദുനിയാവിന്റെ ഭൗതികതയുടെ പിന്നാലെ പോകല്ലേ. ഒരു ചുവല് ചുമന്ന, ഒരു കവിള് തൊടുത്ത, ഒരു വട്ടക്കണ്ണുള്ള, ഒരു പുരികം കറുത്ത, ഒരു നിതംബം വരെ മുടിയുള്ള പെണ്ണിന്റെ പിന്നാലെ നീ പോകല്ലേ, പോകല്ലേ. ഒരാണിന്റെ പിന്നാലെ പെണ്ണേ നീ പോകല്ലേ, പോകല്ലേ. കാരണം എന്താ? അങ്ങനെ പോയാൽ എന്താണ് സംഭവിക്കുക? മഹാനായ യൂസുഫ് നബിയും മഹദിയായ സലീഹയും സംഭവിച്ചതുപോലെ ആയിപ്പോ. മഹദിയായ സലീഹ മഹാനായ യൂസുഫ് നബിയെ കണ്ടിട്ട് പറയുകയാണ്, യാ യൂസുഫ് ഫമാ അഹ്സന ശഅറക ഫമാ അഹ്സന ശഅറക. യൂസുഫേ, നിന്റെ മുടി കാണാൻ എന്ത് രസമാണ്, നിന്റെ മുടി കാണാൻ എന്ത് അഴകാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മോഹിച്ച് പ്രേമിച്ച് ഇഷ്ടപ്പെട്ട മഹദിയായ സലീഹ, ആ സലീഹ യൂസുഫിനെ നോക്കിയിട്ട് പറയുകയാ, യൂസുഫേ, നിന്റെ മുടി എന്ത് രസമാണടാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അവ്വലു മാ യതനാതറു മിൻ ജസദി അശ്ശഅറു. എടീ പെണ്ണേ സലീഹ, എന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആദ്യമായി എന്റെ ശരീരത്തിൽ നിന്ന് കൊഴിഞ്ഞു വീഴുന്നത് നീ ഇഷ്ടപ്പെട്ട ഈ മുടിയാണ് പെണ്ണേ. അതുകൊണ്ട് സലീഹ, നീ എന്നെ ഇഷ്ടപ്പെടേണ്ടതില്ല, എന്നെ നീ ആഗ്രഹിക്കേണ്ടതില്ല പെണ്ണേ സലീഹ. ബഹുമാനപ്പെട്ട യൂസുഫിനെ നോക്കി വീണ്ടും സലീഹ പറയുകയാ, യാ യൂസുഫ് യൂസുഫേ വമാ എന്ത് രസമാണടാ നിന്റെ കണ്ണ്, എന്ത് രസമാണടാ നിന്റെ കണ്ണിന്റെ പോള, എന്ത് രസമാണടാ നിന്റെ കണ്ണിന്റെ ഇമ, എന്ത് രസമാണടാ നിന്റെ കണ്ണിന്റെ കൃഷ്ണമണി. ഇത് കാണാൻ എന്ത് രസമാണ്. യൂസുഫേ യൂസുഫേ നീ എന്റെ മുഖത്തേക്കൊന്ന് നോക്കടാ യൂസുഫേ, എന്തേ നീ കണ്ണടച്ച് നിൽക്കുന്നത്? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നാളെ എന്റെ റബ്ബിനെ കാണാൻ എന്റെ കണ്ണുണ്ടാവില്ല സലീഹ. ഇന്നമാ അതഖറബു റബ്ബി, ഞാൻ എന്റെ റബ്ബിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നു സലീഹ. ഇന്നമാ എന്റെ കണ്ണുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹാണ്, അല്ലാഹുവിന്റെ വജ്ഹാണ്, അവന്റെ ഖുദ്റത്താണ്. ഞാൻ ഇന്ന് നിന്റെ രസമുള്ള മുഖത്തേക്ക് നോക്കിപ്പോയാൽ എന്റെ കണ്ണ് നാളെ അന്ധത ബാധിച്ചു പോകും സലീഹ. അതുകൊണ്ട് നാളെ അന്ധത ബാധിച്ച കണ്ണുകളുടെ
കൂട്ടത്തിൽ ഈ യൂസുഫ് ആകാൻ പാടില്ല. ഇദൻ യദ്ഹബു മിന്നി നസീബൽ ജന്ന, എന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള ടിക്കറ്റ് നിന്റെ നോട്ടത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോകും സലീഹ. ഇല്ല ഇല്ല, സലീഹ വിട്ടില്ല, സലീഹ വിട്ടില്ല. സലീഹ അവന്റെ പിന്നാലെ ഓടിയിട്ട് പറയുകയാ, യാ യൂസുഫ് യൂസുഫേ നിന്റെ അരികിലേക്ക് ഞാൻ കടന്നു വരുമ്പോ, നിന്റെ അരികിലേക്ക് ഞാൻ അടുത്തടുത്ത് വരുമ്പോ എന്നിൽ നിന്ന് നീ ഒളിച്ചോടുകയാണ്, എന്തിരിഞ്ഞോടുകയാ. അതുകൊണ്ട് യാ യൂസുഫ് യൂസുഫേ ഫറശ്തു ലക ഫിറാശ അൽഖൈതുനു ഫറശ്തുഹു ലക തആൽ ഫദ്ഖുൽ മഈ ഫഖ്ദി ഹാജതി. മഹദിയായ സലീഹ ബീവി യൂസുഫിനെ നോക്കിയിട്ട് പറയുകയാണ്, യൂസുഫേ നിനക്ക് വേണ്ടി പട്ടുമെത്ത ഞാൻ വിരിച്ചിരിക്കുകയാണ്, നല്ല രസമുള്ള കമ്പിളി പുതപ്പാണ് യൂസുഫേ നിനക്ക് വേണ്ടി ഞാൻ വിരിച്ചിട്ടുണ്ട്. ഒന്ന് കടക്കടാ യൂസുഫേ, ഇതിന്റെ ഉള്ളിലേക്ക് നീ ഒന്ന് പ്രവേശിക്കടാ യൂസുഫേ. ഫഖ്ദി ഹാജതി, എന്റെ ആഗ്രഹം നീ ഒന്ന് നിറവേറ്റിക്കാ. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാ, അൽഖൈതൂൻ ലാ യസ്തുറുനി റബ്ബി, അൽഖൈതൂൻ ലാ യസ്തുറുനി റബ്ബി. ഏത് പുതപ്പിന്റെ അടിയിൽ കിടന്നാലും, ഏത് ലൈറ്റണച്ച മുറിയിൽ കിടന്നാലും, ഏത് ശീതീകരിക്കപ്പെട്ട മുറിക്കുള്ളിൽ കഴിഞ്ഞാലും ആ പുതപ്പിന്റെ ഉള്ളിലുള്ള രസങ്ങൾ എന്റെ റബ്ബിനെ മറപ്പിക്കാൻ കഴിയില്ല പെണ്ണേ. അതുകൊണ്ട് ഞാൻ സ്വർഗത്തെ ആഗ്രഹിക്കുകയാണ്. ഇദൻ യദ്ഹബു മിന്നി നസീബൽ ജന്ന, സ്വർഗത്തിന്റെ രസം എന്നിൽ നിന്ന് അല്ലാഹു എടുത്തു കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു സലീഹ. അതുകൊണ്ട് എനിക്ക് വേണ്ടേ വേണ്ട.